എൻ്റെ ജനനം തേവലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് 1945 മാർച്ച് മാസം 7-ാം തീയതിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതിനുശേഷം ഒരു പാരമ്പര്യ മാർത്തോമ കുടുംബത്തിൽ ജനിച്ച് വളരുകയും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് വരികയും ചെയ്ത സമയങ്ങളിൽ 1957 ഏപ്രിൽ മാസത്തിൽ ഒരു VBS നടക്കുന്നതായിട്ടുണ്ടായിരുന്നു. ആ VBSൽ 10 ദിവസത്തെ VBS ആയിരുന്നു. അതിൽ പോയി വരികയല്ലായിരുന്നു, അവിടെ താമസമായിരുന്നു. ആ താമസത്തിന് അവസാനത്തെ ദിവസം ഒരു ഓട്ടോ കോളിംഗ് ഉണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ആര് കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കും എന്ന് അവിടെ കർത്തൃദാസൻ അവിടെ പ്രഖ്യാപിക്കുകയും ഞാൻ ആ സമയങ്ങളിൽ ഒന്നും അറിയാതെ ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ നാഥൻ രക്ഷിതാവുമായി സ്വീകരിക്കുന്നു എന്ന് എഴുന്നേറ്റ് പറയുകയും ചെയ്യാനിടയായി. ആ സമയങ്ങളിൽ പ്രത്യേകിച്ച് എനിക്ക് ഒന്നുമില്ലായിരുന്നെങ്കിലും ആ വചനമായിരുന്നു അന്നത്തെ VBSനകത്ത്. അന്നത്തെ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന വചനം പഠിപ്പിക്കുകയായിരുന്നു. അതവിടെ താമസിച്ച രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ദൈവവചനം പറയുകയും പഠിപ്പിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു VBS. അതിൽ കൂടെ ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ അന്ന് എൻ്റെ 12-ാമത്തെ വയസ്സിലിടയായി. അതിനുശേഷം പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ബോംബെയിലേക്ക് കടന്നുപോയി. ബോംബെ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ബോംബെ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലിയിൽ പ്രവേശിക്കുകയും അങ്ങനെ ആ ജോലിയിൽ മുന്നോട്ട് കടന്നു പോകുന്ന ഒരു അനുഭവത്തിൽ 1976 ബോംബെ പട്ടണത്തിൽ വെച്ചുകൊണ്ട് യാദൃശ്യമായി ഒരു സഹോദരിയുമായി കണ്ടുമുട്ടാനിടയായി. ആ സഹോദരി ഒരു ആളിനെ അവരുടെ ഭർത്താവിനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അന്ന് റാണി ചന്ദ്ര എന്ന് പറഞ്ഞ ഒരു സ്ത്രീ പ്ലെയിൻ ആക്സിഡൻറ്റ് മൂലം ലോകത്തോടെ യാത്ര പറഞ്ഞ പ്ലെയിൻ ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് ഫ്ലൈന് 5 മണിക്കൂർ ലേറ്റായിട്ട് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരാളിനെ പ്രതീക്ഷിച്ച ബോംബെ എയർപോർട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ അടുത്തടുത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഒരു ബെഞ്ചിൽ തന്നെ തൊട്ടടുത്തടുത്തിരിക്കുകയായിരുന്നു. അവരും 2 കുഞ്ഞുങ്ങളും ഞാനും എൻ്റെ ഒരു കസിൻ ബ്രദറുമായിട്ട് ഞങ്ങൾ അടുത്തിരിക്കുകയായിരുന്നു. അപ്പം അന്നത്തെ എൻ്റെ ഒരു ശീലം ഒരു സിഗരറ്റ് വലിക്കുന്നൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. സിഗരറ്റ് വലി ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിൽ കൂടെ ഈ സഹോദരി പറഞ്ഞു, ബ്രദർ വൈ കാണ്ട് യു സ്റ്റോപ്പ് ദ സിഗരറ്റ് എന്ന് പറയുകയും ഞാൻ പറഞ്ഞു, സഹോദരി എനിക്ക് സിഗരറ്റ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഞാൻ ഇത് സിഗരറ്റിന് അടിമയായിപ്പോയി, അതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂസ് വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഈ പുക അവർക്ക് ശല്യപ്പെടുത്തുന്നതിൻ്റെ ഫലമായി അവരെങ്ങനെ പറയാനിടയായി. അപ്പം ഞാൻ പറഞ്ഞു, ആരെങ്കിലും എൻ്റെ സിഗരറ്റ് വലി സ്റ്റോപ്പ് ചെയ്യുന്നെങ്കിൽ ഞാൻ അവർക്ക് ഒരു അവാർഡ് കൊടുക്കാനിടയാകും. അപ്പോൾ അവർ പറഞ്ഞു, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല ബ്രദർ, യു ക്യാൻ സ്റ്റോപ്പ് ദ സിഗരറ്റ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ ആൾക്കാർ വരാനുള്ളവരൊക്കെ വരുന്നത് കാണാനിടയായി. എൻ്റെ ആൾ പെട്ടെന്ന് വന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, സഹോദരി ഞാൻ പോവുകയാണ്. അപ്പോൾ അവർ നിർബന്ധിച്ച് പറഞ്ഞു, ഒരിക്കലും പെട്ടെന്ന് പോകരുത് ബ്രദർ, എൻ്റെ ഹസ്ബൻഡിനെ കണ്ടിച്ചൊന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനത് വല്ലാത്ത അവർ ഹേമിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നൊരു സമയം കാണാം. അപ്പോൾ പറഞ്ഞു, പിന്നൊരു സമയം എന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന ഒരു സംഗതിയല്ല, എൻ്റെ ഹസ്ബൻഡിനെ നിങ്ങൾ കണ്ടിച്ച് പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ നിർബന്ധിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഒരു സ്നേഹിതനും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ നിർബന്ധിച്ചു, ഈ ഹസ്ബൻഡിനെ കണ്ടിട്ട് ബ്രദർ പോയാൽ മതി എന്ന് നിർബന്ധിച്ചതിൻ്റെ ഫലമായി അദ്ദേഹം കടന്നു വരുന്നത് കാണാനിടയായപ്പോൾ അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സമയങ്ങളിൽ ഇറങ്ങുന്ന സമയങ്ങളിൽ കാല് മണ്ണിലേക്ക് ചവിട്ടിയപ്പോൾ അദ്ദേഹം കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എന്നെ സ്പർശിക്കുവാനിടയായി. അദ്ദേഹം പ്രാർത്ഥിച്ച ഇങ്ങനെയാണ്, സുരക്ഷിതമായിട്ട് എന്നെ ഈ ദേശത്തെ കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലീഷിലായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അപ്പം ആ ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, അനേക കർത്തൃദാസന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, യാത്ര അയച്ചിട്ടുണ്ട്, ആരും തന്നെ ഇങ്ങനെ ജനത്തിൻ്റെ മധ്യേ നിന്നുകൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഏതോ ഒരു പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലാക്കാനിടയായി. അപ്പോൾ ഉടനെ തന്നെ പെട്ടെന്ന് ഈ സഹോദരി ഈ ഹസ്ബൻഡിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയും ചെയ്തു, ദിസ് ഇസ് മിസ്റ്റർ എബ്രഹാം, ഹി വാണ്ട് ടു സീ യു, നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു പറഞ്ഞു. അപ്പോൾ എന്നെ കൈ തന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് വരണം, ഞാൻ ജോഗേശ്വരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്, അവിടെ വരാനായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സ്നേഹിതനായിട്ടുള്ള എഞ്ചിനീയർ
അദ്ദേഹം പറഞ്ഞ് പ്രേരിപ്പിച്ചു. അങ്ങനെ അങ്ങോട്ട് കടന്നു പോകാനിടയായി. ഞങ്ങൾ ഒന്നിച്ച് കടന്നുപോയി. ആ കടന്നു ചെന്ന സ്ഥാനത്ത് അനേക ആൾക്കാരാണ് ആ മുറിക്കകത്ത് പാക്കായിട്ട് ഇരിക്കുന്നത്. പുറകിൽ തന്നെ ഇദ്ദേഹം ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു 10-200 ആൾക്കാർ ഇദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കുന്നതായിട്ട് കാണാനിടയും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഏതോ ഒരു പ്രത്യേക ശക്തിയായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രത്യേക VIP ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ആദ്യമായിട്ട് ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് അംബാസഡറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അംബാസഡർ എന്ന് പറയുന്ന ആൾ എൻ്റെ ഭാര്യ ഈ പുറത്ത് ലോഞ്ചിൽ ഇരിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയാനിടയും. അപ്പോഴേ അവിടെ ചെന്ന സമയങ്ങളിൽ ഇദ്ദേഹം ന്യൂയോർക്കിൽ നിന്ന് വരുന്ന യാത്രക്കാരനാണ്. ന്യൂയോർക്കിൽ നിന്ന് വരുന്ന ആൾ മണിക്കൂറുകളുടെ യാത്ര ചെയ്ത് വരുന്ന ആൾ ഇദ്ദേഹം ബ്രീഫ് കേസ് കൊടുത്തിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടക്കാൻ കഴിയും. ഇങ്ങനെ ആ ഹാള് അദ്ദേഹം താമസിക്കുന്ന ഒരു 3 ബെഡ്റൂമുള്ള ഒരു ഹാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ മുറിക്കകത്ത് നിറച്ച ആൾക്കാർ നിൽക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ തൊട്ട് പുറകിലായിരുന്നു ഞാനും എൻ്റെ സ്നേഹിതനും. അതിൻ്റെ പുറകിൽ അകത്ത് കയറാനിടയായതിനു ശേഷം ഇദ്ദേഹം ഈ ബ്രീഫ് കേസ് കൊടുത്തിട്ട് പ്രാർത്ഥന തുടങ്ങുമായിരുന്നു. ഈ പ്രാർത്ഥനയിൽ കൂടെ ഓരോരുത്തരുടെ കാര്യങ്ങൾ അവിടെ പറയുന്നത് കേൾക്കുവാനിടയായി. അപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ സമയങ്ങളിൽ അദ്ദേഹം പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, മിസ്റ്റർ എബ്രഹാം വാണ്ട് ടു സ്റ്റോപ്പ് ദ സിഗരറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ സമയത്ത് ഇദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു ഈ സിഗരറ്റ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. എനിക്ക് അതുവരെ അങ്ങനെ ഒരു വിശ്വാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പോക്കറ്റിനകത്ത് എൻ്റെ 2 പാക്കറ്റ് വിൽസ് സിഗരറ്റും ഒരു മാച്ച് ബോക്സും ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ ഉള്ളിൽ പറയുമായിരുന്നു, ഇതുകൊണ്ട് ഒരു പ്രയോജനമൊന്നുമില്ല എന്ന് ഉള്ളിലിങ്ങനെ പറയുന്ന സമയത്ത് ഇദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഹാളിൽ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം പുറത്തോട്ട് പോകാം എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഈ ബ്രദറിനോട് ഞാൻ പറഞ്ഞു, ബ്രദർ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ബ്രദർ പ്ലീസ് കം ഡേ ആഫ്റ്റർ ടുമോറോ ബൈ 9:30 യു ഹാവ് എ സ്പെഷ്യൽ മെസ്സേജ് ഫോർ യു എന്ന് പറയാനിടയായി. അപ്പോൾ ആകെപ്പാട് പ്രയാസമായി. ഞാൻ വീണ്ടും ഡേ ആഫ്റ്റർ ടുമോറോ വീണ്ടും പുള്ളിയെ കാണാനായിട്ട് വരണം. എന്തായാലും അദ്ദേഹം പറഞ്ഞല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അവിടെ ചെന്ന് അദ്ദേഹം ഒരു പായിട്ടിരുന്നു. ഞാൻ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പുള്ളി പറഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പ്രവചനങ്ങൾ അവിടെ പറയുന്നതിനിടയായി. ആ പ്രവചനത്തിലായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചില്ല. അദ്ദേഹം പറഞ്ഞ ഒരു പ്രവചനം, നിങ്ങൾ ഈ രാജ്യം വിട്ട് പോകാനായിട്ട് അധികം താമസിക്കാതെ പോകും, നിങ്ങൾ പോകുന്നത് കുവൈറ്റ് എന്ന് പറയുന്ന പട്ടണത്തിലേക്കായിരിക്കും എന്ന് പറഞ്ഞു, പേരെടുത്ത് പറഞ്ഞു. അപ്പോൾ അവസാനം അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പം പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രവചനം ബ്രദർ പറഞ്ഞൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഞാനതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. കാരണം എനിക്ക് ബോംബെ നല്ല ജോലിയുണ്ട്, നല്ല ചുറ്റുപാടുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്, എനിക്ക് വീടുണ്ട്. അപ്പം ഞാൻ പോകാനായിട്ട് ഞാൻ അനേക ആൾക്കാരെ ഗൾഫ് നാടുകളിൽ വിട്ടതാണ്. അന്ന് അനേക ഷേഖന്മാർ എന്നോട് പറഞ്ഞതാണ് വരാനായിട്ട്. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ഉപ്പിൻ്റെ വെള്ളം കുടിക്കാൻ ഞാൻ വരില്ല എന്ന് തീർത്തും പറഞ്ഞ ആ ഒരു അവസരമാണ്. അതുകൊണ്ട് ഞാൻ ഗൾഫ് നാട്ടിലേക്ക് പോകുന്നൊരു പ്രശ്നമേ ഇല്ല എന്ന് തീർത്ത് പറഞ്ഞു. അദ്ദേഹം തീർത്ത് ഉറപ്പിച്ച് പറഞ്ഞു, ബ്രദർ യു ആർ ഗോയിങ് ഫ്രം ദിസ് കൺട്രി, അവിടെ നിങ്ങളെ ഇന്നതാക്കും, ഒരു കർത്താവിൻ്റെ വേല ചെയ്യും, നിങ്ങൾ അനേകർക്ക് പ്രയോജനപ്പെടും, അനേകരുടെ കണ്ണുനീരൊപ്പും, അനേകർക്ക് ഒരു ആശ്വാസമാകും എന്ന അനേക കാര്യങ്ങൾ അദ്ദേഹം പറയാനിടയുക. അങ്ങനെയെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ പറഞ്ഞ് അങ്ങനെ മടങ്ങിപ്പോരുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പം ഇദ്ദേഹം UP കാരനായ ഒരു മുസ്ലിം സഹോദരനായിരുന്നു. അദ്ദേഹം ഒരു വേദപുസ്തകത്തിൻ്റെ ഒരു താള് കിട്ടിയതിൻ്റെ ഫലമായിട്ട് അത് വായിച്ചു മനസ്സിലാക്കി ദൈവഭാഗത്തെ കടന്നു വന്ന് ഒരു വലിയ കർത്തൃദാസനായി, ഒരു വലിയ പാസ്റ്ററായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ജീസസ് ഈസ് ദ കമ്മിങ് കിങ്. ആ പുസ്തകം എനിക്ക് കാണാനായിട്ടും പഠിക്കാനായിട്ടും ഒക്കെ ഇടയായിട്ടുണ്ട്. അദ്ദേഹം ഒരു ഹീലിംഗ് മിനിസ്ട്രി ഉണ്ട്. ന്യൂയോർക്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഫ്രണ്ട് പേജിൽ ന്യൂയോർക്ക് ടൈംസിനകത്ത് വന്നത് അദ്ദേഹം കാണിക്കാനിടയായി ആ ഫോട്ടോയ്ക്കകത്ത്. അങ്ങനെ എനിക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം ഇടയാക്കി. ആ വിശ്വാസത്തിൽ കടന്നു വന്നതിൻ്റെ ഫലമായിട്ട് ദൈവഹിതമാണെങ്കിൽ അങ്ങനെയാട്ടെ. അതിനുശേഷം എൻ്റെ സിഗരറ്റ് വലി കംപ്ലീറ്റ് ആയിട്ട് ആ ബിൽഡിങ്ങിന് താഴെ ഇറങ്ങുന്നതിന് മുൻപേ ആ പോക്കറ്റിലുണ്ടായിരുന്ന മാച്ച് ബോക്സും ആ പോക്കറ്റിലുണ്ടായിരുന്ന സിഗരറ്റും രണ്ടും എടുത്തു കളഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സ്മെല്ല് എനിക്ക് അടുത്ത പ്രദേശങ്ങളിൽ കൂടെ ആരെങ്കിലും സിഗരറ്റ് വലിച്ചാലും എന്നെ അപ്പോൾ തന്നെ മൂക്ക് അറിയുവാനിടയാകും, എനിക്കൊരു സഫോക്കേഷൻ ഉണ്ടാകും. ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങനെ മുന്നോട്ട് കടന്നുപോയി.
ഏതാനും മാസങ്ങൾക്ക് ശേഷം ഞാൻ കുവൈറ്റിലേക്ക് കടന്നു പോകത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വഴി കുറച്ച് പ്ലാനിങ് എഞ്ചിനീയറിനെ വേണം എന്ന് ആഹ്വാനം ചെയ്തു. അങ്ങനെ യാദൃച്ഛ്യമായിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരും ചിലർ ചേർന്ന് ഇങ്ങനെ അപേക്ഷ കൊടുത്തതിൻ്റെ ഫലമായിട്ട്, വളരെ ചുരുക്കമായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, വളരെ വേഗം തന്നെ ഈ അപേക്ഷ അവിടെ എത്തുകയും അവിടുന്ന് അതിന് ഇൻ്റർവ്യൂവിനുള്ള ആൾക്കാർ വരികയും ബോംബെയിലുള്ള താജ്മഹൽ ഹോട്ടൽ വെച്ചുകൊണ്ട് ഇൻ്റർവ്യൂ നടത്തുകയും അങ്ങനെ ഇൻ്റർവ്യൂ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് കടന്നു പോയിട്ട് എനിക്ക് വിസയും ടിക്കറ്റും എല്ലാം കൂടെ അധികം താമസിക്കാതെ അയക്കുകയും ചെയ്തു. ഒരു ഭാഗത്ത് ഞാൻ ഈ ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് ജോയിൻ ചെയ്യാനായിട്ട് ഒരു അപേക്ഷ കൊടുത്തിരുന്നു. ആ അപേക്ഷയും കൈ കിട്ടി. ഇങ്ങനെ കുവൈറ്റിലേക്ക് പോകാനായിട്ടുള്ളൊരു അവസരവും കൈ വന്നു. ഇങ്ങനെ കുവൈറ്റിലേക്ക് പോകാനുള്ള അവസരം കൈ വന്നു. ഇങ്ങനെ ഇതും കിട്ടി. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ചേർന്നുകൊണ്ട് പറയാനിടയായി, ഇങ്ങനെ ഇത് രണ്ടിൽ ഏതാണ് എടുക്കേണ്ടത്, നാട്ടിലേക്ക് വന്ന് ജോയിൻ ചെയ്യണമോ അതോ കുവൈറ്റിലേക്ക് പോകണമോ? അപ്പോൾ ഒരു പുതിയ രാജ്യമാണല്ലോ, പുതിയ സ്ഥലമാണല്ലോ, പുതിയൊരു വേലസ്ഥലമാണ്, എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ചെന്നതിന് ശേഷം തീരുമാനിക്കാം, തൽക്കാലം ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു വർഷത്തേക്ക് പോകാനായിട്ടുള്ളൊരു പ്ലാനിട്ട് അങ്ങനെ കുവൈറ്റിലേക്ക് പോയി. അവിടെ ചെന്ന് രാജകീയമായിട്ടുള്ള വരവേൽപ്പും കാര്യങ്ങളൊക്കെ ലഭിച്ചു. അവിടെ നല്ല ജോലി സാധ്യതകളൊക്കെ ഉണ്ട്. വളരെ ചുരുക്കമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. 4 മണിക്കൂർ കൊണ്ട് ജോലി ഓഫീസിൽ ടൈം തീരും, 1 മണിക്ക് തീരും. അതിനുശേഷം ഫ്രീ ആണ്. അതിനുശേഷം ഫ്രീ ആയിട്ട് ഉള്ള സമയങ്ങളിലൊക്കെ ദൈവമക്കളുമായിട്ട് അവിടെ ചെന്ന് പലരുമായിട്ട് പരിചയപ്പെടാനൊക്കെ ഇടയായതിൻ്റെ ഫലമായി ദൈവമക്കളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും ഒക്കെ ദൈവം അവിടെ ഇടയാക്കി കൂട്ടായ്മയിൽ കടന്നു പോകാനിടയായി. അങ്ങനെ ദൈവമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് കടന്നു വരുന്നതിനായിട്ട് സാധിച്ചു. അവധിയുള്ള സമയങ്ങളിലൊക്കെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ക്യാമ്പുകളിലൊക്കെ കടന്നു പോവുകയും ദുഃഖിതരായിട്ടുള്ള ആൾക്കാരെ ആസ്പത്രികളിൽ കടന്നു പോവുകയും എന്നെക്കൊണ്ട് എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അതൊക്കെ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ഒക്കെയും ഇടയാക്കി. ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് കാറ് തന്നിട്ടുണ്ട്. 350 ലിറ്റർ പെട്രോളും ഗവൺമെൻറ് വകയുണ്ട്. കാർ തുടയ്ക്കാനുള്ള പൈസയും ഗവൺമെൻറ് തരും. അതുകൊണ്ട് ആ വേലസ്ഥലത്തിലുള്ള സമയങ്ങളിൽ 1 മണിക്ക് വേല കഴിയും. ബാക്കിയുള്ള സമയങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിടക്കുന്ന സമയത്ത് വിദൂരതയിൽ താമസിക്കുന്ന ക്യാമ്പുകളിൽ താമസിക്കുന്നിടത്തേക്കാണ് കടന്നു പോകുന്നത്. അവിടെയൊക്കെ ദൈവവചനം പറയുവാനും അനേകരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനൊക്കെയും ദൈവം ആ സമയങ്ങളൊക്കെ ഇടയാക്കി. അങ്ങനെ മുന്നോട്ട് അനുഗ്രഹപ്രദമായ ജീവിതത്തിൽ മുന്നോട്ട് കടന്നു പോകുന്ന സമയത്ത് അവിടെ ദൈവവേല ചെയ്യുകയും അനേകരെ കൂടിവരവ് നടത്തുകയും കൂട്ടായ്മകളിൽ കൂടെ അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച ദിവസം സ്വയമായി പ്രാർത്ഥിച്ചുകൊണ്ട് എങ്ങും പോകാതെ കഥ കട്ടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. ഇവിടുത്തെ ജോലി മതിയാക്കിയിട്ട് നാട്ടിലേക്ക് കടന്നു പോകാനായിട്ട് പറഞ്ഞു. ഉണ്ണാനും ഉടുക്കാനുണ്ടെങ്കിൽ മതി, തിമോത്തിയോസിനോട് പറഞ്ഞ പോലെ ഇനി നാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ളൊരു ആഹ്വാനം ഒരു 3 പ്രാവശ്യം കേൾക്കുവാനിടയായി. അതിൻ്റെ പുറത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ തീരുമാനമെടുത്തുകൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് വന്നു. ഇനി ശേഷമുള്ള കാലം കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് നാട്ടിലേക്ക് കടന്നു പോകാം എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി അങ്ങനെ 1998 ജോലി രാജിവെക്കാനായിട്ടിടയായി. ജോലി രാജിവെച്ച് മുന്നോട്ട് കടന്നു പോകാനായിട്ട് പോകുമ്പോൾ എന്നെ അപ്പോയിൻ്റ് ചെയ്ത് കുവൈറ്റിലുള്ള സിവിൽ സർവീസ് കമ്മീഷനാണ്. ആ സിവിൽ സർവീസ് കമ്മീഷനിലേക്ക് എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ അവിടെ ചെന്ന സമയത്ത് അവർ പറഞ്ഞത്, ഈ ലെറ്റർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ കൊണ്ടുവരണം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മൊത്തവും അന്ന് ഇറാഖ് പട്ടാളം കുവൈറ്റിൽ കയറി ഈ ഓഫീസുകളിലൊക്കെ കയറിയിട്ട് ഓഫീസിനകത്തിരുന്ന സകല റെക്കോർഡുകളും നശിപ്പിച്ച് കളഞ്ഞൊരു അനുഭവമാണ്. അപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റൊക്കെ നശിച്ചു പോയി. അതിൻ്റെ കോപ്പി കയ്യിലുണ്ട്, ഈ കോപ്പി അവർ എടുക്കത്തില്ല. അപ്പം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ എനിക്ക് ലഭിക്കാനുള്ള ഗ്രാറ്റുവിറ്റിയും എൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയുണ്ട് അതൊക്കെ ലീവ് സാലറി തുടങ്ങിയതൊക്കെ കിട്ടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഈ സിവിൽ സർവീസ് കമ്മീഷൻ്റെ ഡയറക്ടറെ കണ്ട്, ആരാണ് ഈ ലെറ്റർ ഒപ്പിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവരെ കാണാനിടയായി. അവരെ കണ്ട് അവരോട് സംസാരിക്കാനിടയായി. ഞാൻ ഇത്ര വർഷത്തിൽ ഇവിടെ വന്നു, എൻ്റെ യൗവനത്തിൽ ഇവിടെ വന്നു, എൻ്റെ ചോരയും നീരുമൊക്കെ ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി ഒഴുക്കി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കും ഇവിടുത്തെ ഭരണാധികാരി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അവരോട് പറയാനിടയായി. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഗവൺമെൻറ് റൂളാണ്, ഗവൺമെൻറ്റുള്ള റൂള് മാറ്റാൻ ഗവൺമെൻറ്റിനെ കൊണ്ടേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഗവൺമെൻറ് എന്ന് പറയുന്നത് ആരാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ളത്? അപ്പോൾ പറഞ്ഞു, ഇതിൻ്റെ ടോപ്പ് 2 പേരാണ്, ഒന്ന് മന്ത്രിയാണ്,
രണ്ടാമത്തതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഷേഖാണ്. അപ്പം അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു റൂള് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഈ ഡയറക്ടറോട് ചോദിച്ചു, എനിക്കത് അവരെ ഒന്ന് കാണുന്നതിനിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പം ഡയറക്ടർ പറഞ്ഞ, ഞാനൊരു ഡയറക്ടറായിരിക്കെ എനിക്ക് അദ്ദേഹത്തെ കാണാനോ അവിടെ കയറി ചെല്ലാനോ ഓഫീസിൽ ചെല്ലാനോ എനിക്ക് അധികാരമില്ല. പിന്നല്ലേ നീ ഒരു ഇന്ത്യക്കാരനായ നിനക്ക് എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, ദൈവം സകലതും നടത്തിത്തരും. എൻ്റെ അവകാശം ഞാൻ അവരോട് പറഞ്ഞു. ഇസ്രയേൽ മക്കളും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവർക്ക് ലഭിക്കാനുള്ള അവകാശങ്ങളൊക്കെ ലഭിക്കുന്നത് കൂടാതെ അവർ കൊള്ളയടിച്ചുകൊണ്ട് കൊണ്ടുപോരുന്നു. അങ്ങനെയായ എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എന്നെ വെറും കൈയായി വിടത്തില്ലെന്നൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ആ ഉറപ്പ് നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചു അനേകരുടെ ഗ്രാറ്റുവിറ്റിയും ഇൻഡിപെൻഡിറ്റിയും ഒക്കെ അവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് അവർ നാട്ടിലേക്ക് തിരിച്ചു പോയ അനേക ആൾക്കാർ അവിടെ കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ സമയം വന്നപ്പോഴും പലരും പറഞ്ഞ അതാണ്. ആ സമയങ്ങളിൽ എൻ്റെ സ്നേഹിതരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. നിങ്ങൾ ഒരു ഭ്രാന്തനാണ്, ഞങ്ങൾ ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഭ്രാന്തനെ ഞങ്ങൾ കണ്ടിട്ടില്ല. നല്ലൊരു ജോലി ഒരു കാരണവുമില്ലാതെ റിസൈൻ ചെയ്ത് മുന്നോട്ട് പോവുകയും നിങ്ങൾ ഈ പ്രയാസം അനുഭവിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഭ്രാന്ത് കൊണ്ടല്ലേ എന്ന് അവർ പറയുവാനിടയായി. ഞാൻ ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും ഇതുതന്നെ പറയുന്നു, യോബിന് ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് ഇരട്ടിയായി തിരികെ കൊടുത്തെങ്കിൽ സർവശക്തനായ ദൈവം എൻ്റെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ, എൻ്റെ നഷ്ടപ്പെട്ട സമ്പാദ്യം, എൻ്റെ നഷ്ടപ്പെട്ട ആരോഗ്യം, എൻ്റെ നഷ്ടപ്പെട്ട സകലതും എൻ്റേത് മാത്രമല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്ക് നഷ്ടപ്പെട്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ തിരികെ കൊടുക്കുവാൻ സർവശക്തനായ ദൈവം കഴിവുള്ളവനാണ്. ആ ദൈവം എന്നെ വെറും കൈയായി വിടത്തില്ല എന്നുറച്ചുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ വ്യക്തിയോട് കോൺടാക്ട് ചെയ്യാനിടയായതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഞാൻ അവരോട് കോൺടാക്ട് ചെയ്തപ്പം അവർ പറഞ്ഞു, നിങ്ങൾക്ക് പ്രസിഡൻറ്റുമായിട്ടൊരു അപ്പോയിൻമെൻറ്റ് നൽകിയിട്ടുണ്ട്. ഞാൻ കൈ ഉയർത്തി ദൈവത്തിന് മലയാളത്തിൽ സ്തോത്രം പറഞ്ഞു. നിങ്ങൾ വരിക, ഇന്ന ദിവസം ഇത്രാം തീയതി ഇവിടെ വരിക, അദ്ദേഹത്തെ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഇത്രാമത്തെ നിലയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്, അവിടെ കടന്നു ചെല്ലാമെന്ന് പറഞ്ഞു. അവിടെ കടന്നു ചെന്ന് ഈ പ്രസിഡൻറ്റ് സെക്രട്ടറിയെ കാണാനിടയായി. അപ്പോൾ സെക്രട്ടറിയെ കണ്ട് സംസാരിച്ച് എനിക്ക് എനിക്ക് കിട്ടിയ ലെറ്റർ ഞാൻ അദ്ദേഹത്തെ കാണിച്ചു. അദ്ദേഹത്തെ കാണിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രോബ്ലം? ഞാൻ പറഞ്ഞു, സാർ, ഞാൻ ഇത്രാമത്തെ വർഷം 1977 ഞാനിവിടെ കടന്നു വന്നതാണ്. ഞാൻ എൻ്റെ യൗവനത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി എൻ്റെ ചോരയും നീരും ഒഴുക്കി. ഞാനിവിടെ കടന്നു വന്നപ്പോൾ ഇത്ര എക്സ്ചേഞ്ചസ്, ടെലിഫോൺ എക്സ്ചേഞ്ചസ് ഉള്ളായിരുന്നു. ഇപ്പോഴും ഇത്ര എക്സ്ചേഞ്ച് ഉണ്ട്. എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് അനവധി എക്സ്ചേഞ്ചുകൾ ഈ മണ്ണിൽ സ്ഥാപിക്കുവാനിടയായി. അപ്പം എൻ്റെ എല്ലാം ഈ മണ്ണിൽ നിന്നാണ്. തന്നെയല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ഈ രാജ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. ഈ രാജ്യം ഇറാഖിൻ്റെ അധീനതയിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് എന്നെപ്പോലെ പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കൾ ഈ മണ്ണിലിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് അൺകണ്ടീഷണലായിട്ട് ഈ രാജ്യത്തെ വിടുവിക്കപ്പെട്ടത്. അതുകൊണ്ട് കണ്ണീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ രാജ്യത്തിന് നന്മയാണ് എൻ്റെ നന്മ. അനേക ആൾക്കാർ ഈ നന്മ അനുഭവിക്കുന്നുണ്ട്. അവരെല്ലാം ഈ രാജ്യത്തിനും ഇതിൻ്റെ ഭരണാധിപർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് സാർ, ഞാൻ പോകുമ്പോൾ വെറും കൈയായി പോകണമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അദ്ദേഹം ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഞാൻ ഒരുപക്ഷെ ഇങ്ങനെ വിശ്വസിച്ചു. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ പ്രസിഡന്റിനെ കാണാനായിട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിനെക്കുറിച്ച് പറയാനായിട്ടാണ് പോകുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് എന്നെ ഒന്നേ ഡീപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ പിടിച്ച് ജയിലിലാക്കാം. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോണം, ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ എവിടെയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചോണം എന്ന് ഞാൻ പറയാനിടയാൻ ശേഷം അദ്ദേഹം ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെക്കൊണ്ട് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഈ ഒപ്പിട്ട ഡയറക്ടറെ പ്രസിഡന്റ് മോളി വിളിക്കുക ചെയ്തത്. ഈ ലെറ്റർ തിരുത്തി എഴുതാൻ പറഞ്ഞു. ഈ റൂള് തിരുത്തി എഴുതാൻ പറഞ്ഞു. ഇനി പോകുന്നവർക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ചോദിക്കാതെ അവരെത്ര വർഷം സർവീസ് ചെയ്തോ അത്രയും വർഷത്തെ അവർക്ക് ലഭിക്കാനുള്ള ആനുകൂല്യം കൊടുക്കണം. അതിൽ 15 വർഷം സർവീസ് ചെയ്തവർക്ക് അഡീഷണലായിട്ട് ഒരു എമൗണ്ട് കൂടെ പ്രത്യേകം കൊടുക്കണം. കൂടാതെ നേരത്തെ ഒരു മാസത്തിലെ ലീവിൻ്റെ സാലറി മാത്രം കൊടുത്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് അവർക്ക് എത്ര ലീവുണ്ടോ അത്രയും ലീവിൻ്റെ പൈസയും കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഭിക്കാനുള്ള തുകയിൽ കുറഞ്ഞത്
ഒരു 9 മാസത്തെ അധിക ശമ്പളം കൂടെ എനിക്കവിടെ ലഭിക്കാനിടയായി. അങ്ങനെ ലഭിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് 1998 ഓഗസ്റ്റ് മാസം 31 എനിക്ക് ലഭിക്കാനുള്ള കിട്ടത്തില്ലെന്ന് പറഞ്ഞതായിട്ടുള്ള സംഗതികൾ, നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ സംഗതികൾ ഞാൻ ലഭിച്ചുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് ഞാനിവിടെ വരാനിടയായി. ആ സമയങ്ങളിലൊക്കെ ഞാൻ ദൈവത്തോട് പറയുമായിരുന്നു, ദൈവം എൻ്റെ നാവിന്മേൽ അങ്ങനെ ഒരു ഗാനം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുമായിരുന്നു. യോബിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയെ തരികില്ലയോ, നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയെ തരികില്ലയോ, വേദനയും ശോധനയും സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സലിഞ്ഞ ദൈവമല്ലയോ, മനസ്സലിഞ്ഞ ദൈവമല്ലയോ, യോബിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയെ തരികില്ലയോ, കാഹളനാദം കേൾക്കുമ്പോൾ കാത്തിരിക്കും വിശുദ്ധെല്ലാം, കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ കൃപ നൽകും ദൈവമല്ലയോ, കൃപ നൽകും ദൈവമല്ലയോ, യോബിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയെ തരികില്ലയോ, നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയെ തരികില്ലയോ. ഈ പാട്ടുകൾ ഈ ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഞാനിങ്ങനെ നാവിൽ ഇങ്ങനെ പാടിക്കൊണ്ടായിരുന്നു. എൻ്റെ കർത്താവ് നഷ്ടപ്പെട്ടു പോയത് അനേകർക്ക് ഞാൻ ഈ സാക്ഷ്യം പലയിടത്തും പറഞ്ഞപ്പം നഷ്ടപ്പെട്ടു പോയവരുടെ അനേകരുടെ ജീവിതത്തിൽ ആ നഷ്ടം തിരികെ ലഭിച്ചത് അവർ ഇതിൽ കൂടെ സമർപ്പിച്ച് എനിക്ക് തിരികെ ലഭിച്ച എൻ്റെ കർത്താവ് പ്രവർത്തിച്ചെങ്കിൽ എൻ്റെയും ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് കൂട്ടായ്മയിൽ ഇരുന്നവരും സദസ്സിരുന്ന പല ആൾക്കാരും വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയവർ എനിക്ക് കാണുവാനിടയായി. അവിടെ വിദ്യാഭ്യാസം ദൈവം തിരികെ കൊടുത്തു. ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു പോയവരുടെ ഉപജീവന മാർഗം തിരികെ ലഭിക്കാനിടയായി. സമ്പത്ത് നഷ്ടപ്പെട്ടു പോയത് കൊടുത്തതിന് ശേഷം തിരികെ കിട്ടാതെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയവരുടെ സമ്പത്ത് തിരികെ കിട്ടാനിടയായി. ആരോഗ്യം നഷ്ടപ്പെട്ടു പോയവരുടെ ആരോഗ്യം തിരികെ കിട്ടാനിടയായി. അങ്ങനെ ഈ വരികൾ ഇന്നും അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഇവിടെ കടന്നു വന്ന് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ വിളിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുകയും കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യാനിടയാം. അതിനുശേഷം ഇവിടെ ഈ ഭവനത്തിൽ ഒരു കൂടിവരവ് നടത്തിയിട്ടുണ്ട്. ആ കൂടിവരവിലാണ് കർത്താവിൻ്റെ പ്രസിദ്ധനായ സാബു പാസ്റ്ററെ പരിചയപ്പെടാനും ഒക്കെ ദൈവം ഇടയാക്കിയത്. അങ്ങനെ ഞങ്ങൾ തങ്ങളുള്ള ആ ബന്ധത്തിൽ ഇവിടെ അനേകം ദൈവദാസന്മാർ ഇവിടെ കൂട്ടായ്മയിൽ കടന്നു വരികയും ഞാൻ അനേക സ്ഥലങ്ങൾ കടന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2015 എനിക്ക് പെട്ടെന്ന് ഒരു അസുഖം, ഞാനിവിടെ പുറത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വിയർപ്പുണ്ടാകുകയും ആ വിയർപ്പ് അടങ്ങാത്ത വിയർപ്പായി മാറുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് പുറത്തുനിന്ന് തിരികെ വന്ന് ഈ ഫാനിൻ്റെ സ്പീഡ് കൂട്ടി ഇട്ടിട്ടും ഇതങ്ങോട്ട് നിൽക്കുന്നില്ല. എന്നാൽ എനിക്കറിയാം എൻ്റെ ഹാർട്ടിന് ഏതോ പ്രോബ്ലം ബാധിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ ഈ വലതുകരം ഈ നെഞ്ചത്തോട്ട് വെച്ചിട്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രതിസന്ധിയെ മാറ്റിയാട്ട്, വിയർപ്പിനെ മാറ്റിയാട്ട് എന്ന് 3 പ്രാവശ്യം ശക്തിയോടെ പറയുകയും, ഒരു വണ്ടി ഓടിക്കുമ്പോൾ ബ്രേക്ക് ഇട്ടാൽ വണ്ടി എങ്ങനെയാണ് സഡനായിട്ട് നിൽക്കുന്നത് അതുപോലെ ആ വിയർപ്പ് മാറുകയും ചെയ്തു. വിയർപ്പ് മാറി ഞാൻ മുന്നോട്ട് കടന്നുപോയി. എന്നാൽ അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ദൈവാത്മാവ് തോന്നിക്കുന്നു, നീ ഒന്ന് പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ലാബിൽ പോയി എല്ലാ ടെസ്റ്റും ചെയ്തു. എല്ലാ ടെസ്റ്റും ചെയ്തു, ECGയും എടുത്ത് നോക്കി. അതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കാനിടയായി. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് കടന്നു പോകുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് കടന്നു പോകുന്ന സമയത്ത് കുറേ ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് കടന്നുപോയി. പോയപ്പോൾ എൻ്റെ മകളുടെ ഫാദറിലായോടെ ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് നല്ല ആസ്പത്രിയിൽ ഹാർട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു ഡോക്ടറെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് കുറേ ദിവസം കഴിഞ്ഞ സമയങ്ങളിൽ അദ്ദേഹം പറഞ്ഞു, കോസ്മോ ആസ്പത്രിയിൽ ഒരു ബിജു എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്, അദ്ദേഹത്തെ നല്ല ഈ കാർഡിയോളജിയുടെ ഏറ്റവും ഹെഡാണ്, അദ്ദേഹത്തെ കാണാം എന്ന് പറഞ്ഞ് അപ്പോയിൻമെൻറ്റ് തന്നു. ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവിടെ കടന്നുപോയി. അദ്ദേഹം ടെസ്റ്റ് ചെയ്തു, എക്കോ എടുത്ത് നോക്കി, ഒരു കുഴപ്പമില്ല. ECG എടുത്തു, കുഴപ്പമില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല. അങ്ങനെ ആദ്യത്തെ ടെസ്റ്റ് കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് പോരുന്നു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഞാനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, കർത്താവ് ഏതെങ്കിലും പ്രയാസം എൻ്റെ ഹാർട്ടിനുണ്ടെങ്കിൽ കർത്താവെ നീ അത് വെളിപ്പെടുത്തണം, നിൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചതാണ്, ശത്രു ജയമെടുക്കാൻ ഇടയാകരുത്.
നീ രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, നീ പ്രതികൂലങ്ങളെ മാറ്റുന്ന ദൈവമാണ്. എൻ്റെ കർത്താവിൻ്റെ അദൃശ്യമായ കരം പ്രവർത്തിക്കണമെന്ന് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ദൈവാത്മാവ് വീണ്ടും എന്നോട് ഇടപെട്ട് പറഞ്ഞു, ഒരു TNTയും ഒരു മറ്റൊരു ടെസ്റ്റ് ഉണ്ടല്ലോ, ആ ടെസ്റ്റും ചെയ്യണമെന്ന് പറഞ്ഞു. എൻജിയോഗ്രാം ചെയ്യണമെന്ന് എന്നെ ഓർപ്പിച്ചു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, സാറേ നിങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്തിനാ വെറുതെ 8000 രൂപ ഈ ടെസ്റ്റിന് ചിലവഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാനല്ലേ ഡോക്ടറോട് പറഞ്ഞത് എനിക്ക് ഈ ടെസ്റ്റ് ചെയ്യണമെന്ന്, അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ എൻ്റെ നിർബന്ധപ്രകാരം അദ്ദേഹം ടെസ്റ്റ് ചെയ്തു. എക്കോ എടുത്തു, കുഴപ്പമില്ല. TMT എടുത്തു, അവിടെ കുഴപ്പമില്ല. ഈ എൻജിയോ എടുത്തു. അതിന് നോക്കിയപ്പം പെട്ടെന്ന് പുള്ളിയുടെ മുഖം മാറുന്നതായിട്ട് എനിക്ക് കാണാൻ അവിടെ ഇടയായി. 5 ബ്ലോക്കാണ് ശരീരത്തുള്ളത്. ഒരു മാസക്കാലം ഏതാണ്ട് കഴിയാറായി. ഈ 5 ബ്ലോക്ക് എൻ്റെ ശരീരത്തിരിക്കെ ഈ ഡോക്ടർ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നാണ്. 98 1 96 ഇങ്ങനെ കിടക്കുന്ന ബ്ലോക്കിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഇപ്പം തന്നെ എൻജിയോപ്ലാസ്റ്റി ചെയ്യണം. ഞാൻ പറഞ്ഞു, എൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള ക്രമീകരണത്തിലാണ് ടെസ്റ്റ് ചെയ്യാനാണ് വന്നത്, അതുകൊണ്ട് ഇപ്പം ഞാൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഡോക്ടർ ഒരിക്കലും എന്നെ കോസ്മോ ആസ്പത്രിയിൽ നിന്ന് വിടത്തില്ല. പറഞ്ഞു, നിങ്ങളിത് ടെസ്റ്റിൽ നിങ്ങൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ ഉത്തരവാദിപ്പെടേണ്ട, ഞാൻ തന്നെ എല്ലാം വഹിച്ചോളാം. അങ്ങനെ അദ്ദേഹം ഒരു 100 രൂപ പത്രത്തിനകത്ത് ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നു. എൻ്റെ നിർബന്ധപ്രകാരമാണ് പോകുന്നതെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും സൈൻ ചെയ്ത് കൊടുത്തു. പറഞ്ഞു, ഇനി അത് ചെയ്യണമെങ്കിൽ ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഏതാനും ദിവസം കഴിഞ്ഞ് ആണ് ആസ്പത്രിയിൽ കടന്നുപോയി ഈ എൻജിയോപ്ലാസ്റ്റ് ചെയ്യുവാനിടയായത്. അപ്പം ഞാൻ ഓർപ്പിച്ചത്, എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. എൻ്റെ കരുണയുള്ള കർത്താവ് ഈ ഒരു മാസക്കാലം അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ജീവിച്ചു, നിങ്ങളെങ്ങനെ മുന്നോട്ട് പോയി ഒരു പ്രയാസവും കൂടാതെ. ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിൽ ശരണപ്പെടുന്നവർക്ക് ലജ്ജിച്ചു പോകേണ്ട കാര്യമില്ല. വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ ദൈവം എന്നോട് കൂടെയുണ്ട്. ആ ദൈവം എന്നെ കാത്തു. ആ മരണത്തിൻ്റെ താഴ്വരയിൽ ചെന്നെങ്കിലും എൻ്റെ കർത്താവ് എന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ അനുഗ്രഹപ്രദമായി എന്നെ മുന്നോട്ട് വഴി നടത്തുന്നു. അതിനുശേഷം ഞാനിവിടെ കടന്നു വന്ന് പല ഭവനങ്ങളിലായിട്ട് കടന്നു പോകുമായിരുന്നു. ഇതുപോലെ ബ്ലോക്കുള്ള ഒരു ഭവനത്തിലേക്ക് ദൈവം എന്നെ അയച്ചു. ഞാൻ ആ ഭവനമായിട്ട് യാതൊരു അറിവില്ല. കർത്താവിൻ്റെ നാമത്തിൽ 5 ബ്ലോക്കുള്ള ഒരു സഹോദരിയുടെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ആസ്പത്രിയിലും പോകാതെ എൻ്റെ കർത്താവ് അവർക്ക് സൗഖ്യം കൊടുത്തു. അവർ വർഷങ്ങളോട് 1 മാസത്തിൽ കൂടുതൽ ജീവിക്കത്തില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയ സ്ഥാനത്ത് അവിടെ കർത്താവ് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് അവർ വർഷങ്ങളോളം ജീവിച്ചു. അതിനുശേഷം അവർ ലോകത്തോടെ യാത്ര പറഞ്ഞു. അതിനുശേഷം അവിടെ ഒരു കൂടിവരവ് നടത്തി. മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളപ്പെട്ട അനേക രോഗികളെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ നടന്നു. അനേക രോഗികൾ അവിടെ സൗഖ്യമാക്കി. എടുത്തുകൊണ്ട് വന്ന രോഗികളെ ദൈവം സൗഖ്യമാക്കി വിട്ടു. ഈ ഭവനത്തിലും അതുപോലെ തന്നെ ഇവിടെ റോഡിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് മോളി വെച്ച രോഗികൾ ഇവിടുന്ന് നടന്നും തുള്ളിയുമാണ് ഇവിടെ പോയിട്ടുള്ളത്. അപ്പോൾ അനേകർക്ക് കർത്താവിൻ്റെ കൃപയാൽ രോഗസൗഖ്യം ലഭിക്കുന്നത് കാണാനിടയും. അങ്ങനെ അനുഗ്രഹപ്രദമായ ജീവിതത്തിൻ്റെ ഉടമയായി ഞങ്ങൾ കുടുംബമായി മുന്നോട്ട് പോകുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങളുടെ കഴുത്ത് കണ്ടിക്കുകയാണോ എന്ന് ചോദിച്ച എൻ്റെ സഹോദരങ്ങളുണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട്. അവർ എല്ലാം പറഞ്ഞു, നിങ്ങൾ ജോലി രാജിവെച്ചത് ഈ കുഞ്ഞുങ്ങളുടെ കഴുത്ത് കണ്ടിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി നിങ്ങൾ മുരടിപ്പിച്ച് കളയാണ്. ഈ കുഞ്ഞുങ്ങൾ നല്ലതായി വരേണ്ടതാണ് എന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറയാറുണ്ടായിരുന്നു, ദൈവം എനിക്ക് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ ദൈവം നോക്കിക്കോളും. ദൈവത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം അത് ആർക്കും കടക്കാരനല്ല. അവൻ കടം വീട്ടുന്നവനാ. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് ഓർക്കും. ദൈവം അത് ഓർത്തത് പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ഇനിയും ഇങ്ങനെയുള്ള വർത്തമാനങ്ങളെ പറയരുത്. എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ദൈവം നോക്കിക്കോളും. എനിക്ക് ആ കുഞ്ഞുങ്ങൾ 2 പേരും ഒരു പ്രൊഫഷണലായി കാണണമെന്നും അവർ പ്രൊഫഷണലായി ജീവിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എൻ്റെ കർത്താവ് അവരെ അതുപോലെ തന്നെയാക്കി. അവരെ 2 പേരെയും മോനും മോളുമാണ്. അവരെ പ്രൊഫഷണലാക്കി. അവരിന്ന് കർത്താവിൻ്റെ കൃപയിൽ
കർത്താവിനെ ആരാധിച്ചുകൊണ്ട് കാനഡയുടെ പ്രദേശത്ത് അവർ കുടുംബമായി ജീവിക്കുന്നു. എന്നോട് കഴുത്ത് കണ്ടിക്കുകയാണെന്ന് പറഞ്ഞവരുടെ മുഖം ലജ്ജിക്കത്തക്കവണ്ണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മുന്നോട്ട് കടന്നു പോകുന്ന അവസരത്തിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന പോലെ ഒരു ക്യാൻസർ എന്ന ഒരു ചെറിയ ഞൊണൽ ആ ബ്രസ്റ്റിൽ കടന്നു വന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഈ ലക്ഷോർ ആസ്പത്രിയിലായിരുന്നു. അങ്ങനെ അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് മുന്നോട്ട് കടന്നുപോയി ലാസ്റ്റ് 4th സ്റ്റേജിലാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 4th സ്റ്റേജിൽ കണ്ടുപിടിച്ച സമയത്ത് അവിടെ ട്രീറ്റ്മെൻറ്റ് പോയി എല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുകയായിരുന്നു. റേഡിയേഷൻ എടുക്കുമായിരുന്നു, കീമോ എടുക്കുമായിരുന്നു, അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് പോയി. 3 വർഷക്കാലം ഇത് പറഞ്ഞതിന് ശേഷം 3 വർഷക്കാലം ഇങ്ങനെ മുന്നോട്ട് കടന്നു പോകുമായിരുന്നു. അവസാനം റേഡിയേഷൻ എടുത്തപ്പം അന്നനാളവും ശ്വാസകോശവും ചുരുങ്ങിപ്പോയി. അപ്പോൾ അന്നനാളവും ശ്വാസകോശവും ചുരുങ്ങിപ്പോയപ്പോൾ ആഹാരം കഴിക്കാനും ശ്വാസം എടുക്കാനും പ്രയാസമായി വന്നു. ആ പ്രയാസമായി വന്ന സമയത്ത് ഡോക്ടറെ വിളിച്ച് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു അടുത്ത ആസ്പത്രിയിൽ കൊണ്ടുപോയിട്ട് ഓക്സിജൻ കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അടുത്ത ആസ്പത്രിയിൽ കൊണ്ടുപോയ സമയത്ത് അവിടെ അതിൻ്റെ ഫെസിലിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് അവിടത്തേക്ക് റെഫർ ചെയ്ത സമയങ്ങളിൽ അന്ന് ആ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഇവിടെ കൊറോണ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ചെന്ന് എടുത്ത സമയത്ത് ഇവിടുന്ന് ആംബുലൻസിനകത്ത് വൈഫിനെ കൊണ്ടുപോകുന്നത് ആൾക്കാർ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കൊറോണയാണെന്ന് ഡിക്ലെയർ ചെയ്തു. ഞാൻ വൈഫുമായിട്ട് അവിടെ പോയി. അവിടെ എന്നെ അവിടെ അനുവദിക്കത്തില്ല. ഒരു റേഡിയേഷന് കൊടുത്ത് ഓക്സിജൻ കൊടുക്കണം. അപ്പോൾ എന്നെ അവിടെ നിൽക്കാൻ അനുവദിക്കത്തില്ല. അപ്പോൾ അവിടെയുള്ള പാർട്ടികളെല്ലാം വിചാരിച്ചത് കൊറോണയാണ് എന്നും പറഞ്ഞിട്ടാണ് അവരെല്ലാം. അതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് ഒന്നും അടുത്ത് ചെല്ലത്തില്ല. അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞു ഇവിടെ വേറെ ആരും നോക്കാനില്ല, നിങ്ങൾ തന്നെ നോക്കേണ്ട ഗതിയാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങളെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാനും പറ്റത്തില്ല, നിങ്ങൾക്കിവിടെ നിൽക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തോ ചെയ്യും എന്ന് പറഞ്ഞ് വളരെ പ്രയാസപ്പെട്ടു. ഒരു ഡോക്ടറുടെ ഞാനുള്ള കാര്യം പറഞ്ഞു, ഞാൻ തക്ക സമയത്ത് ക്യാൻസറിൻ്റെ മരുന്ന് കൊടുക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങളുടെ സ്റ്റാഫുകളൊന്നും വരുന്നില്ലെങ്കിൽ എന്നെ ഏതെങ്കിലും രീതിയിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ എനിക്ക് കൊറോണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. എൻ്റെ വൈഫിനെ ഞങ്ങളുടെ തൊട്ടടുത്ത ബെഡിലിട്ട് അങ്ങനെ ചികിത്സിക്കുകയും മരുന്ന് കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം റേഡിയേഷൻ എടുത്തതിന് ശേഷം 3-4 ദിവസം കഴിഞ്ഞപ്പം വൈഫിന് സുഖമായി, കുഴപ്പമില്ല, ഇനി പോരണം. അപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്ത ഡോക്ടർ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ 10 ദിവസമാണ്, ഈ 10 ദിവസം കഴിഞ്ഞേ ഇവിടുന്ന് പോകാനായിട്ട് പറ്റൂ. അപ്പോൾ ഡോക്ടർ എന്നെ കൊറോണയായിട്ട് അഡ്മിറ്റ് ചെയ്ത് ലോകത്ത് ഒരു വ്യക്തിയോടും പറയരുതെന്നുള്ള കണ്ടീഷനിലാണ് എന്നെ സഹായിച്ചത്. ആ ഒരു സഹായത്തിന് പുറത്ത് എനിക്ക് ആരോടും പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിന് ജോലി പോകും അവിടെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ 1-2 ദിവസം കൂടെ അവിടെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങളിവിടെ കടന്നു വന്നതിന് ശേഷം അതിൻ്റെ 5ാമത്തെ ദിവസമാണ് ഈ വൈഫ് ലോകത്തോടെ യാത്ര പറയാനായിട്ട് കൊടുക്കുന്നത്. ശ്വാസം മാത്രമായിട്ട് മാറി. അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ എൻ്റെ വേണ്ടപ്പെട്ടവരോടൊക്കെ പറയുമായിരുന്നു, അമ്മാമ്മയ്ക്ക് സീരിയസ് ആണ്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് വരണം എന്ന് പറഞ്ഞ സമയങ്ങളിൽ ആരും ഈ ഭവനത്തിനകത്ത് വരികയായിട്ട് കയറുകയായിട്ട് ചെയ്തിട്ടില്ല. അവസാനം മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ തന്നെ ഞാൻ വിളിച്ചു പറയുന്നു, അമ്മാമ്മ ലോകത്തോടെ യാത്ര പറയാനായിട്ട് ഇനി അധികം സമയമില്ല, അതുകൊണ്ട് നിങ്ങൾ ഓടി വരണം, നിങ്ങൾ കടന്നു വരണം. അപ്പം ഞാനും എൻ്റെ വൈഫും മാത്രമേ ഇവിടെ ഉള്ളൂ, വേറൊരു മനുഷ്യനുമില്ല എന്നെ സഹായിക്കാനായിട്ട്, നോക്കുവാനായിട്ട്, എനിക്ക് വേണ്ടി എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു തരാനായിട്ട് ഒരു മനുഷ്യൻ ഇവിടെ ഇല്ലാത്ത ഒരവസ്ഥയാണ്. അങ്ങനെ ആ അവസ്ഥയിൽ ഞാൻ മുന്നോട്ട് പോയ സമയങ്ങളിൽ എൻ്റെ സ്വന്തം സഹോദരങ്ങൾ, കൂടപ്പറപ്പ്, അവരാരും തന്നെ കടന്നു വരുന്നില്ല. എൻ്റെ വൈഫിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഞാൻ ലോകത്തോടെ യാത്ര പറയുമ്പോൾ ഞാൻ ആരാധനയ്ക്ക് ചെയ്യുന്ന ഡ്രസ്സ് വേണം എന്നെ ധരിപ്പിച്ചിട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പം മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത്, പൾസ് നിൽക്കാറാകുന്ന സമയത്ത് ഞാൻ വീണ്ടും എൻ്റെ സഹോദരങ്ങളോട് പറയുന്നു, ഓടിവാ അമ്മാമ്മ ലോകത്തോടെ യാത്ര പറയുക, ആരും കയറാനില്ല. അവസാനം യാത്ര പറഞ്ഞ സമയത്ത് ഞാൻ പറയുന്നു, അമ്മാമ്മ ലോകത്തോടെ കടന്നുപോയി എന്ന് പറഞ്ഞ സമയത്തും ഇവിടെ ആരും വരാനില്ല. ഇവിടെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പം ഇവിടുത്തെ പോലീസുകാരും ഹെൽത്തുകാരും പഞ്ചായത്തുകാരും മറ്റ് പ്രതികളെല്ലാം ഒരു ആംബുലൻസും പിടിച്ചുകൊണ്ട് ഈ ഗേറ്റിനകത്ത് ഇപ്പം കാർ കിടക്കുന്ന പോലെ ഇതിനകത്ത് കൊണ്ടുവന്നു. ഇതിനകത്ത് പോലീസിൻ്റെ താകമ്പടിയോടുകൂടെ ബോഡി ബലമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്.
ഞാൻ പറഞ്ഞു, ഇത് കൊറോണ കൊണ്ടല്ല മരിക്കുന്നത്, ഇത് ക്യാൻസർ കൊണ്ടാണ് മരിക്കുന്നത്, ഇതാ ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്, ഈ ലെറ്റർ നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും ആരും ഇത് നോക്കിയോ കാണുകയോ ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ഒരു മനുഷ്യനും എനിക്ക് വേണ്ടി ഒരു മനുഷ്യൻ പറയാനായിട്ടില്ല, എൻ്റെ വാക്കുകൾ ഒരു മനുഷ്യൻ കേൾക്കാനായിട്ടില്ല. ഞാൻ ആകപ്പാടെ മനസ്സ് തകർന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ ഇരിക്കുന്ന സമയത്ത് അവർ ബലമായിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് പറഞ്ഞു, നാളെ 11 മണിക്ക് ബോഡി ടെസ്റ്റ് ചെയ്യാം. ആ ബോഡി ടെസ്റ്റ് ചെയ്യുമ്പോൾ കൊറോണയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകും, അല്ല കൊറോണ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരും. പിറ്റേന്ന് 11 മണിക്ക് ഈ ബോഡി ടെസ്റ്റ് ചെയ്തപ്പോൾ കൊറോണയല്ല, ബോഡി ഞങ്ങൾക്ക് വിട്ടുതന്നതിന് ശേഷം ഞാൻ മലയാള മനോരമ പത്രത്തിനകത്ത് കൊടുക്കുന്നു, ഇന്ന ദിവസം ഇന്നെടുത്ത് വെച്ച് ഈ ബോഡി അടക്കപ്പെടുമെന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യനും അത് വിശ്വസിക്കുന്നില്ല. എൻ്റെ മക്കൾക്ക് കാനഡയിൽ നിന്ന് വരുന്നതിനുള്ള ഫ്ലൈറ്റില്ല, അവർക്ക് വരാൻ സാധിക്കത്തില്ല. ഒരു മനുഷ്യൻ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടില്ല. ആകപ്പാടെ ഒരു പ്രയാസത്തിൻ്റെ വക്കിലേക്കെത്തി. എന്നാൽ 4-ാമത്തെ ദിവസം ബോഡി അടക്കാനായിട്ട് അവിടെ കൊണ്ടുപോയി. ഈ ഡ്രസ്സൊന്ന് ധരിപ്പിക്കാനായിട്ട് ഒരു സ്ത്രീയില്ല, എൻ്റെ സ്വന്തം സഹോദരിയില്ല. മറ്റ് അനവധി കസിൻസൊക്കെ ഉണ്ട്, അവരാരും തന്നെ മുന്നോട്ട് വരുന്നില്ല. അങ്ങനെ അവിടുന്ന് ബോഡി ടെസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. എന്നാൽ എന്നെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളായിട്ടുള്ള ആൾക്കാർ തിരുവനന്തപുരത്ത് മുതൽ എറണാകുളത്ത് വരെയുള്ള 140 ആൾക്കാരോളം ഇവിടെ കടന്നു വന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ട അടക്ക ശുശ്രൂഷ ദൈവം നടത്താൻ ദൈവം ഇടയാക്കി. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ കടന്നു വന്നു. അപ്പോൾ ഒരു മനുഷ്യനും ഈ ഭവനത്തിനകത്ത് കയറില്ല. ഈ ഭവനത്തിനകത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ എൻ്റെ സഹോദരങ്ങളോ വേണ്ടപ്പെട്ടവരോ അയൽക്കാരോ നാട്ടുകാരോ ആരും വരത്തില്ല. ഞാൻ ഈ കൊറോണയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ സഹായിക്കാനായിട്ടുള്ള ഏക ഒരു വ്യക്തി എൻ്റെ അനിയൻ്റെ മകൻ ഐസക് എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. അദ്ദേഹം സഹായത്തിൻ്റെ കരം നീട്ടുന്ന ഒരു പയ്യനാണ്. ആ പയ്യനാണ് എന്നെ സഹായിച്ചതും എന്നെ കരുതിയതും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതും പണം ചിലവാക്കിയതുമല്ല. അദ്ദേഹത്തിൻ്റെ ഐസക്കിൻ്റെ ആ സഹായമല്ലാതെ വേറൊരു സഹായം എനിക്ക് വേറെ കിട്ടിയിട്ടില്ല. അങ്ങനെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് ഞാനിവിടെ വരുന്ന സമയത്ത് വീട് സ്റ്റെറിലൈസ് ചെയ്തു. ഇവിടെ നാട്ടുകാരെല്ലാം പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു കൊറോണയാണ്, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇതിനെ ഫയർ ബ്രിഗേഡുകാരെ വിളിച്ചിട്ട് വീട് സ്റ്റെറിലൈസ് ചെയ്തപ്പോൾ ഇതിൻ്റെ സാധനങ്ങളെല്ലാം പറക്കി പുറത്തിട്ടിരിക്കുകയാണ്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിനകത്തോട്ടൊന്ന് ക്ലീൻ ചെയ്ത് അകത്തോട്ടാക്കാനായിട്ട് ഒരു മനുഷ്യനെ വിളിച്ചാലിട്ട് കിട്ടത്തില്ല, ഒരു മനുഷ്യനിട്ട് വരത്തില്ല. ഇവിടെ സ്ത്രീകൾ പലരും വന്ന് ജോലി ചെയ്ത വീടാണ്, അവരാരും വരത്തില്ല. എനിക്ക് ആഹാരം കഴിക്കണമല്ലോ, ആഹാരം കഴിക്കാനായിട്ട് ഞാൻ ആരോടാ പറയുന്ന ആഹാരം എനിക്ക് വേണമെന്ന് ഒരു മനുഷ്യൻ തരാനില്ല. എന്നാൽ ഏലിയാവിനെ കരിയത്തോട്ടിൽ പോറ്റിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം തമ്പുരാൻ, ആ കരുണയുള്ള കർത്താവ്, ആ മനസ്സിലിരുന്ന ദൈവം ഒരു കുടുംബത്തെ ഒരുക്കി എനിക്ക് ഇവിടെ രാവിലെ ആഹാരവും ഉച്ചയ്ക്ക് ആഹാരവും രാത്രിയിൽ ആഹാരവും കൊണ്ടുവന്നിട്ട് ബെല്ലടിച്ച് വെച്ച് കടന്നു പോകാം. അദ്ദേഹത്തെ പല പ്രാവശ്യം ഞാൻ വിളിക്കാനിടയായി, ആരാ ഏതാന്ന്, പക്ഷേ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യാനിടയായില്ല. അങ്ങനെ ദൈവകൃപയാൽ ആഹാരം കഴിച്ച് മുന്നോട്ട് പോകുവാനായിട്ടിടയായി. ആ സമയത്ത് ഏതാണ്ട് 1 വർഷക്കാലം ഞാൻ ഏകനായി ഈ ഭവനത്തിൽ ഒരു മനുഷ്യനും വരാതെ എന്നോട് ഒരാൾ സംസാരിക്കാതെ 1 വർഷക്കാലം ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഞാനും വേദപുസ്തകവും ചില ഇടയ്ക്ക് ദൈവദാസന്മാർ ആരെങ്കിലും ചിലർ വിളിക്കുന്നു. ഞാനിങ്ങനെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു, പറഞ്ഞു, നീ പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പ്രസംഗിക്കാനായിട്ട് പോകുമ്പം കുറിവാക്യവും എവിടാ പോയത്, ഏത് ദൈവദാസനാണ് വിളിച്ചത്, ഇത് മാത്രം എഴുതാറ് പതിവുണ്ട്. അത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കീപ്പ് ചെയ്യുമായിരുന്നു. അതിൻ്റെ അധ്യായം എടുത്തിട്ട് വായിക്കാനായിട്ട് തുടങ്ങി, ചിന്തിക്കാനായിട്ട് തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചിന്തിച്ചതിന് ശേഷം ഒരു ദിവസം പറഞ്ഞു, ഇതെല്ലാം നീ ഒരു ബുക്കിനകത്ത് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഒരു ബുക്കിനകത്ത് എഴുതാനിടയായി. ആ ബുക്കിനകത്ത് എഴുതാനിടയായതിൻ്റെ ഫലമായിട്ട് അങ്ങനെ ഞാൻ ബുക്കിനകത്ത് എഴുതി. അനേക ദൈവദാസന്മാരിത് കണ്ടു, സംസാരിച്ചതിന് ശേഷം ഞാൻ ഈ പുസ്തകം എടുക്കാനിടയായി. ഇങ്ങനെ എഴുതിയതിൻ്റെ ഫലമായി ഞാൻ പ്രസംഗിച്ച പ്രസംഗങ്ങൾ എല്ലാം കൂടെ ഇതിനകത്ത് എല്ലാം ഉൾക്കൊണ്ടിട്ടില്ല. 264 പ്രസംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ പേര് തിരുവചന മുത്തുകൾ എന്നാണ്. ഈ മുത്തുകൾ
ഞാനിരുന്ന് ഏകനായിട്ടിരുന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഇത് എഴുതാനിടയായി. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ പുസ്തകം പോവുകയും 8,000 ചില്ലുവാനും കോപ്പി ഇതുവരെ ഇത് വിറ്റഴിക്കുകയും ചെയ്തു. അനുഗ്രഹപ്രദമായ പുസ്തകമാണെന്നും അനേക ഈ സഭയിലെ ആൾക്കാർ തന്നെ, മാർത്തോമാ സഭയിലെ ബിഷപ്പ് ഇത് 150 പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട്. CSI സഭയിലെ ബിഷപ്പ് ഇത് 130 പുസ്തകം വാങ്ങിച്ചു. അതുപോലെ ബന്ധക്കോസ് സഭയിലെ പാസ്റ്റർമാർ ആ പുസ്തകം വാങ്ങിച്ചിട്ട് അനവധി ആൾക്കാർക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ പുസ്തകം കണ്ടതിൻ്റെ ഫലമായിട്ട് അവർ എൻ്റെ പെർമിഷൻ വാങ്ങിച്ച് ഫോട്ടോ കോപ്പി എടുത്തിട്ടുണ്ട്. ഇന്നും പലരും ഈ പുസ്തകത്തിന് വേണ്ടി ചോദിക്കുന്നുണ്ട്, വളരെ ദൂരെ നിന്നൊന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവളെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ഇങ്ങനൊരു പുസ്തകം ഉണ്ടായത്. ദൈവത്തിന് ഹല്ലേലൂയ ആമേൻ ഒന്ന് കണ്ടിട്ട് മാത്രമേ ഒന്ന് ചെയ്യത്തുള്ളൂ. ഈ പുസ്തകം ഇങ്ങനെ വരാനിടയായത് പ്രിയപ്പെട്ട മകൾ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞിട്ടാണ്. അപ്പം ഈ പുസ്തകം ഇങ്ങനെ വരണമെന്നുള്ള ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും ഉണ്ടായതിൻ്റെ പേരിലാണ് ഈ പുസ്തകം ഇങ്ങനെ വരുന്നതിനായിട്ട് ദൈവം ഇടയാക്കിയത്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ ഹല്ലേലൂയ അനേകർക്ക് ഇത് പ്രയോജനപ്പെടുന്നതായിട്ടും അനേകർ ദൈവവചനം പ്രഘോഷിക്കുന്നതായിട്ടുമൊക്കെ ഈ പുസ്തകത്തിൽ കൂടി എനിക്ക് മനസ്സിലാക്കാനിടയായി. അതുപോലെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ ഒരു സാക്ഷ്യം ചെയ്ത അത്ഭുതങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് എടുത്തിട്ട് ഞാനത് പ്രത്യേകം യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതനേകർക്ക് ഏതാണ്ട് ഇത് 3ാമത്തെ എഡിഷനാണ് ഞാൻ ചെയ്തത്. ഈ 3ാമത്തെ എഡിഷൻ യേശു ചെയ്ത അത്ഭുതങ്ങളും മൊത്തമുള്ള അത്ഭുതങ്ങൾ ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അനേക ദൈവദാസന്മാർക്ക് ഭവനം സന്ദർശിക്കുമ്പോഴും രോഗികളെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ പോകുമ്പോൾ ഇത് അവർക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. അനേകർ വന്ന് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ 20,000 ഞാൻ ഇത് പ്രിൻറ്റ് ചെയ്തു. ഏതാണ്ട് 11,000 ഇപ്പോൾ പോയി കഴിഞ്ഞു. ഇനി ബാക്കി കുറേ ഇരിപ്പുണ്ട്. അതുകൊണ്ട് കർത്താവിൽ ഇങ്ങനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഫലമായി എൻ്റെ ഭാര്യ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇങ്ങനൊരു പ്രവർത്തനങ്ങൾ വിളിക്കുന്ന സ്ഥലങ്ങളിലും വിളിക്കുന്ന കൂട്ടങ്ങളിലും വിളിക്കുന്ന ആലയങ്ങളിലും കടന്നുപോയി സഭാവ്യത്യാസം എന്നെ യേശു കർത്താവിനെ ഉയർത്തുന്ന ഒരു പ്രക്രിയയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇന്ന് എനിക്ക് 82 വയസ്സ് പ്രായമുണ്ട്. കർത്താവ് എനിക്ക് ആരോഗ്യം തരുന്നിടത്തോളം ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഏറെക്കുറെ 21 രാജ്യങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ സഞ്ചരിക്കാനും പോകുവാനും ദൈവവചനം പ്രഘോഷിപ്പാനും ഒക്കെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഇനിയും കർത്താവ് അനുവദിച്ചാൽ എവിടേക്കാണ് ദൈവം എന്നെ അയക്കുന്നത് അവിടെയൊക്കെ പോവുകയും കർത്താവിനെക്കുറിച്ച് സാക്ഷിക്കുകയും കർത്താവ് പ്രവർത്തിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും പ്രതികൂലങ്ങളെ മാറ്റുകയും കഷ്ടതയിലൂടെ തീച്ചൂടി അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് സ്വർഗീയ ദൈവം ആശ്വാസം സമാധാനം നൽകി പ്രത്യാശയിൽ അവരെ വഴി നടത്തുകയും ചെയ്യുമെന്ന് ഞാൻ ഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അനേകർ എന്നെ വിളിക്കാറുണ്ട്, അനേകർ എന്നെ വന്ന് കാണാറുണ്ട്. എന്നെ കാണാനായിട്ട് തന്നെ പലരും ഈ പുസ്തകവും ഈ സാക്ഷ്യവും കേട്ടിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് കർത്താവിൻ്റെ ദാസനിൽ കൂടെ ഇങ്ങനൊരു സാക്ഷ്യം ലോകത്തിലേക്ക് പ്രചരിപ്പിക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം കേൾക്കുന്ന ഏവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ അദൃശ്യമായ കരം അവരെ താങ്ങട്ടെ. അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ അദൃശ്യമായ കരം ഇപ്പോൾ തന്നെ പ്രവർത്തിക്കട്ടെ. അവരുടെ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൽ ദൈവം തിരികെയിട്ടിട്ട് അവരുടെ മക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, മദ്യപാനത്തിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, പ്രതികൂലത്തിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയിൽ ഒരു മടക്കയാത്ര ദൈവം അവർക്ക് കൊടുക്കട്ടെ. ദൈവം നഷ്ടപ്പെട്ടതിനെ ലാഭമായി തീർക്കട്ടെ. പുറത്ത് കളഞ്ഞതിനെ ദൈവം അകത്തേക്ക് കൊണ്ടുവരട്ടെ. ദൈവനാമം അവരിൽ കൂടെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടർന്നും അനുഗ്രഹപ്രദമായും സന്തോഷകരമായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾക്ക് അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സഫലമായി തീരട്ടെ എന്നാശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തെ നിർത്തുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് മുഖാന്തരമൊരുക്കിയ കർത്തദാസനായ കർത്താവിൽ പ്രസിദ്ധനായ സാബു പാസ്റ്ററുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഇതിനോടുകൂടെ ഞാൻ അറിയിക്കത്ര ചെയ്യും. ദൈവത്തിന് സ്തോത്രം.